നിങ്ങളുടെ സ്വപ്ന വീട് സഫലമാക്കാനായിട്ട് നിങ്ങൾക്കൊരു ലാൻഡ് വേണം. തീർച്ചയായിട്ടും നിങ്ങളൊരു കോട്ടയം ജില്ലക്കാരനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ സ്റ്റാർട്ടഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും പഠിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കേണ്ട. നമ്മളിപ്പോൾ പാലാ ടൗണിന് തൊട്ടടുത്തായിട്ടാണ്, ഏകദേശം 2 കിലോമീറ്ററോളമാണ് ഇവിടുന്ന് പാലാ ടൗണിലേക്കുള്ളത്. ഇവിടെയായിട്ട് ഇതാ ഡ്രില്ലിംഗ് ഹോംസ് എന്ന ഈ ഒരു പ്രോജക്റ്റിനുള്ളിലായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. 5 ഏക്കറായിട്ട് വരുന്ന വലിയൊരു ലാൻഡാണ്. അത് വലിയൊരു കുന്നിന്റെ മുകളിലായിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് വരുന്നത്. ഇവിടെ ഏകദേശം 30ഓളം പ്രോപ്പർട്ടി, അതായത് ലാൻഡുകളായിരുന്നു, ഇവിടെ പ്ലോട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനകത്ത് ഏകദേശം 20 എണ്ണത്തോളം വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നു. 10 എണ്ണത്തോളം വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നു. 20 എണ്ണത്തോളം ഇനി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വളരെ അടുത്തായിട്ടാണ് മെഡിക്കൽ കോളേജസ്, അതേപോലെ തന്നെ ചർച്ചുകൾ, അതേപോലെ തന്നെ നമുക്ക് സ്കൂൾസ്, മറ്റു കാര്യങ്ങളെല്ലാം സൗകര്യങ്ങളൊക്കെ വളരെ അടുത്തായിട്ടാണ്. ഇവിടുത്തെ ലാൻഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലോട്ടിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ പ്ലോട്ടുകളും മിനിമം 11 സെന്റ് മുതൽ മുകളിലേക്ക് ഒരു 13 സെന്റ് വരെയൊക്കെയാണ് വരുന്നത്. കൃത്യമായ കണക്കുകൾ നിങ്ങൾക്ക് നമ്പർ ഞാൻ താഴത്തുണ്ട്, ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ലിങ്ക്സ് സഹിതം അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഏകദേശം കണക്ക് എല്ലാം 11 സെന്റിന് മുകളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 20 പ്ലോട്ടുകളാണ് നമുക്കുള്ളത്. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രോജക്റ്റിന്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം ടാർ റോഡാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അത് 6 മീറ്റർ വരുന്ന വലിയ ടാർ റോഡ് ഫെസിലിറ്റി തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇവിടെ എല്ലാ പ്രോജക്റ്റിലേക്കും ആവശ്യമായ കറണ്ട് എത്തിച്ചിട്ടുണ്ട്. വെള്ളം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതുവഴിയായിട്ട് വെള്ളം എല്ലായിടത്തേക്കും കൃത്യമായിട്ട് എത്തിച്ചിട്ടുണ്ട്. വെള്ളമുണ്ടോ? വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ വെള്ളം, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ കാണാം സ്ട്രീറ്റ് ലൈറ്റുകൾ, അത് സോളാറിൽ പ്രവർത്തിക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ്സിനെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങളൊരു സംരംഭകനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് ഒരു CRM ആപ്ലിക്കേഷൻ. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ഒരാളെ പോലും മിസ്സാകാതെ നിങ്ങൾ ഓർത്ത് വിളിക്കാനായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിലോ ഒരാളെ പോലും ഇനി മുതൽ മിസ്സാകില്ല. അതും വളരെ കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് കേട്ടോ. ലോഗിൻ2 എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഇവിടെ ഈ ഒരു കുന്നിന്റെ മുകളിലായതുകൊണ്ട് തന്നെ വ്യൂവിന് അനുസൃതമായിട്ടായിരിക്കും ഈ ഒരു ലാൻഡിന്റെ ഓരോ പ്ലോട്ടിന്റെയും വില വരുന്നത്. കാരണം ചിലപ്പോൾ താഴെ ഏറ്റവും ഫ്രണ്ടിലുള്ളതിന്റെ വില വരാം, നടുക്കത്തിന്റെ വില വ്യത്യാസപ്പെടാം. അപ്പോൾ അങ്ങനെ അനുസരിച്ച് വിലകൾക്ക് ഒരു വ്യത്യാസവും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ നമുക്ക് വരുന്നുണ്ട്. അപ്പം ഇവിടെ ആയിട്ടാണ് പ്ലോട്ടുകൾ വരുന്നത്. അപ്പോൾ ഈ വഴിയുടെ 2 സൈഡിലായിട്ടും പ്ലോട്ടുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു റെറ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കോമൺ അമ്യൂണിറ്റീസ് മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട്, അതേപോലെ തന്നെ ഗാർഡൻ സ്പേസുകൾ, അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ റെറ പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രോജക്റ്റിനെ നമുക്ക് വിശ്വസിക്കാം. ഏറ്റവും മുകളിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് ഇവർ ഈ ഒരു ചെറിയൊരു പാർക്ക് സ്പേസിനെ ഇവർ ഒരുക്കിയിട്ടുള്ളത്. ഇത് നല്ല രീതിയിൽ വളരെ ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ചെറിയൊരു മണ്ഡപം മാതിരിയൊക്കെ, കൽമണ്ഡപം ഒക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ, നല്ല രസമായിട്ട് തന്നെ. അതുപോലെ തന്നെ ഇവിടെ മൊത്തം ആർട്ടിഫിഷ്യൽ ഗ്രാസും ഒക്കെ വിരിച്ച് നല്ല രസത്തിൽ തന്നെ ഇവിടെ വശങ്ങളിൽ ഇരിപ്പിടങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് കുറെ ഊഞ്ഞാല്, തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അത് ആ ഒരു തരത്തിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് വീടുകൾ വെച്ച് തരണമെങ്കിൽ അതും ഇവർ ചെയ്തു തരും കേട്ടോ. ഓൾറെഡി ഇവർക്ക് കൺസ്ട്രക്ഷനും മറ്റു കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരും. ഇപ്പൊ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് വന്ന് നോക്കുമ്പോൾ നമുക്ക് ഓരോ പ്ലോട്ടുകളിലേക്കും ഓരോ പച്ച കളറിലെ ചെറിയ ചെറിയ സ്ക്വയേഴ്സ് കണ്ടോ. അതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റംബൂട്ടാൻ മരങ്ങളാണ് കേട്ടോ. ആ ഒരു മരങ്ങളെയാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ വെള്ളത്തിന്റെ സൗകര്യം എന്ന് വെച്ചാൽ കോമൺ ആയിട്ട് വലിയൊരു പോണ്ട് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നിന്നാണ് എല്ലാ പ്രോപ്പർട്ടിയിലേക്കും വെള്ളം വരിക. ഏകദേശം 30,000 ലിറ്ററിന്റെ വലിയൊരു വാട്ടർ ടാങ്ക്, ഒരു ജലസംഭരണി ഇവർ ഒരുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ജലസംഭരണിയിൽ നിന്നാണ് ഇവിടുന്ന് എല്ലാവർക്കും വെള്ളം കിട്ടുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് കിണർ കുഴിക്കണമെന്നുണ്ടെങ്കിൽ കിണർ കുഴിക്കാം, അതിനുള്ള സൗകര്യമുണ്ട്. കാരണം ഇത്രയും ലാൻഡ് കിടക്കാണ്, 10 സെന്റിലധികം ലാൻഡ് കിടക്കാണ്. സുഖമായിട്ടും നമുക്ക് വീട് വെക്കാനായിട്ട് പറ്റും. ഈ ടൗണിനുള്ളിലേക്ക് വരുമ്പോൾ, എറണാകുളം ജില്ലയിലും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ടൗണിനുള്ളിലായിട്ട് അത്രയും സ്പേസ് ഒന്നും കിട്ടത്തില്ല. 3 സെന്റ് 4 സെന്റ് ഒക്കെ കിട്ടത്തുള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോൾ 10 സെന്റ് ഉണ്ടായതുകൊണ്ട് തന്നെ സുഖമായിട്ടും വലിയ രീതിയിൽ കിണറൊക്കെ കുത്താനും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വഴി സൗകര്യങ്ങൾ എല്ലാ അർത്ഥത്തിലും തന്നെ ടാർ റോഡ്, വലിയ 6 മീറ്ററുള്ള വലിയ ടാർ റോഡ് നമുക്ക് കിട്ടുന്നു. അതേപോലെ തന്നെ ബാക്കിയുള്ളിടത്തേക്ക് ഏറ്റവും വലിയ പ്രശ്നം ഈ കോമൺ അമ്യൂണിറ്റീസിലും അതേപോലെ തന്നെ ഈ ഒരു കോമൺ ഏരിയകളിലുമുള്ള ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റുകളുടെ ഒരു ഇലക്ട്രിസിറ്റി ഫെസിലിറ്റിയും അതിന്റെ ബിൽ ചാർജുകളും ഒക്കെ. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉദിക്കുന്നില്ല. ഇവിടെ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സോളാർ ഫെസിലിറ്റിയും മറ്റു കാര്യങ്ങളുമൊക്കെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും നമുക്ക് ടെൻഷൻ വേണ്ട. ഇതുകൂടാതെ തന്നെ പാർക്കിംഗ് സ്പേസ് അഡീഷണൽ ആയിട്ട് വേറെയും കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഗസ്റ്റുകൾ ആരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് പാർക്ക് ചെയ്യാനും
കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള വേറൊരു സ്പേസ് കൂടെ, മുതിർന്ന കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ആ ഒരു പാർക്കിംഗ് എന്താ പ്ലേയിങ് ഗ്രൗണ്ടും അത്തരം കാര്യങ്ങളുമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും വളരെ നല്ല ഒരു പ്ലോട്ട് തന്നെയാണ്. അപ്പോൾ കോട്ടയം ജില്ലയിലെ പാലക്കടുത്തായിട്ട് ഇങ്ങനെ ഒരു ലാൻഡ് നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നത് തന്നെയാണ് ഈ ഒരു ലാൻഡും. ഈ പ്രൈസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സെന്റിന് ഇവർ ചോദിക്കുന്നത് ഏകദേശം 2.5 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ. അതിന് ഒരു കാര്യം, ഒരു ക്രൈറ്റീരിയയും കൂടെ ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ് ചിലപ്പോൾ ചോദിക്കുക, ഈ 2.5 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ എന്ന് പറയുമ്പോൾ ഏറ്റവും ഫ്രണ്ടിലത്തെ ലാൻഡിന്റെ വില ആയിരിക്കത്തില്ല ഏറ്റവും ബാക്കിലത്തെ ലാൻഡ്, അതേപോലെ തന്നെ നടുക്കത്തെ ലാൻഡ്. പിന്നെ ഇവിടെ വേറെ പ്രത്യേകം ഏറ്റവും ബാക്കിലത്തെ ലാൻഡ് എന്ന് പറയുമ്പോൾ ഈ ലാൻഡിൽ നിന്നുള്ള വ്യൂ നമ്മൾ പ്രത്യേകം എടുത്ത് കാണേണ്ടതുണ്ട്. ആ ഒരു വലിയൊരു കുന്നിൻ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ കണക്കുള്ള വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങ് താഴത്തായിട്ട് കുറെ കുന്നുകളും മറ്റു കാര്യങ്ങളും മരങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അത്രയും വലിയ ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈസിന്റെ കാര്യത്തിലും അത്തരത്തിലുള്ള ഡിഫറൻസുകളുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇവിടെ വരാം, നിങ്ങൾക്ക് സ്ഥലം കാണാം, പ്ലോട്ട് കാണാം, പ്ലോട്ടൊക്കെ കണ്ട് വിലയിരുത്താം. പിന്നെ അതേപോലെ തന്നെ കരിങ്കല്ല് വെച്ചിട്ടാണ് വശങ്ങൾ, എല്ലാ പ്ലോട്ടുകളിലും നമ്മളുള്ള വശങ്ങളൊക്കെ കൃത്യമായിട്ടും കരിങ്കല്ലൊക്കെ വെച്ച് കെട്ടി, അതേപോലെ തന്നെ എല്ലാ പ്ലോട്ടുകളിലും ഗേറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ തിരിച്ച് ബൗണ്ടറിയൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ എന്തായാലും വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട്. ഇനി അതല്ല നേരിട്ട് വന്ന് കാണണം എന്നുള്ളവർക്ക് കാണാം, അവരെ കണ്ട് നേരിട്ട് സംസാരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് പ്രൈസ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 30 ലക്ഷം രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 സെന്റ് സ്ഥലം സുഖമായിട്ട് നമുക്ക് ഇവിടെ വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാ കാര്യത്തിനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ആ നമ്പറിലേക്ക് വിളിക്കാം. അപ്പോൾ ഇതേപോലെ നല്ല നല്ല ഡീലുകൾ നിങ്ങളുടെ പക്കലും മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിനെ കോൺടാക്ട് ചെയ്യുക. 360stardeal@gmail.com എന്ന മെയിൽ ഐഡിയിൽ മെയിൽ അയക്കാം. അതല്ലെങ്കിൽ 9048266360 എന്ന നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലെ നല്ല നല്ല ഡീലുകൾ കൊണ്ട് വീണ്ടും നമ്മൾ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.